പത്തനംതിട്ടയിലെ പോക്സോ കേസിൽ 9 പേർ കൂടി അറസ്റ്റിലായവരിൽ +2 വിദ്യാർത്ഥിയുമുണ്ട്. പീഡനക്കേസിൽ ഇതോടെ പിടിയിലായവരുടെ എണ്ണം 14ആയി. 62 പേർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, വളരെ നിർണായകമായ ഒരു കേസാണ് കഴിഞ്ഞ ദിവസം ചുരുളഴിയുന്നത്. അതായത് പത്തനംതിട്ടയിലെ പോക്സോ കേസ്. ഇതിൽ തൻ്റെ 13-ാം വയസ്സ് മുതൽ പീഡനം തുടർന്നിരിക്കുന്നു. ഇപ്പോൾ 18 വയസ്സായ ഈ പെൺകുട്ടി 64ഓളം പേർ തന്നെ പീഡിപ്പിച്ചു എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് CWC മുമ്പാകെ നൽകിയത്. ആ കേസിലാണ് 14 പേർ പിടിയിലാകുന്നു, 9 പേർ കൂടി അറസ്റ്റിൽ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ആകെ 14 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇന്നലെ 5 പേരെ ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിൽ പിടിയിലാകുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് 10 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലുകളാണ് നടത്തിയത്. ഇതിലാണ് 9 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഇന്നലെ 5 പേരുടെ അറസ്റ്റും ഇന്ന് 9 പേരുടെ അറസ്റ്റും ആകെ 14 പേർ അറസ്റ്റിലായിട്ടുണ്ട്. കൂടുതൽ ആളുകളെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ 2 പോലീസ് സ്റ്റേഷനുകളിലായിട്ട് 5 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇലവന്തിട്ട സ്റ്റേഷനിൽ 2 കേസുകളും, ഇങ്ങനെ 5 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായി 2019 മുതൽ നിരന്തരമായിട്ടുള്ള പീഡനത്തിന് ഇരയാകുന്നു. ആദ്യം ആൺ സുഹൃത്തുക്കളാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്ത് പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. പിന്നീട് ഈ നഗ്ന ദൃശ്യങ്ങൾ പെൺകുട്ടിയുടെ പകർത്തുന്നു, കൂടുതൽ ആളുകളിലേക്ക് പെൺകുട്ടിയെ എത്തിക്കുന്നു. ഇതിൽ നഗ്ന ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പീഡനം നിരന്തരം തുടരുകയും ചെയ്യുന്നു. അങ്ങനെ 62 ആളുകൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 13 വയസ്സ് മുതൽ പീഡിപ്പിച്ചിട്ടുണ്ട്, ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ള മൊഴിയാണ് CWCക്ക് പെൺകുട്ടി നൽകുന്നത്. ഈ CWCക്ക് ലഭിച്ചിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് പോലീസിന് കേസ് പരാതി കൈമാറുകയും പോലീസ് ഉടനടി തന്നെ പത്തനംതിട്ട DYSPയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ഈ പ്രതികളെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭ്യമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളുടെ കസ്റ്റഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയുമായിരുന്നു. 62 പേരിൽ 42ഓളം പേരുടെ ഫോൺ നമ്പർ സഹിതമുള്ള ഇവർ എവിടെയാണ് താമസിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. കാരണം പെൺകുട്ടിയുടെ പിതാവിന്റെ ഫോൺ വഴിയാണ് ഈ പ്രതികൾ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിരുന്നത്. പെൺകുട്ടിയുടെ പിതാവിന്റെ ഫോൺ രേഖകൾ പോലീസ് പരിശോധിച്ചു. ഫോൺ പരിശോധിച്ച രീതിയിൽ നിന്നും ഈ നമ്പറുകൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് പീഡനം നടത്തിയ ആളുകളുടേതാണെന്ന് പെൺകുട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ആളുകളെ 42 പേര് ഇവരെവിടെയാണ്, ഇവരുടെ ഫോൺ നമ്പർ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ലഭ്യമായത് കൂടുതൽ ആളുകളിലേക്ക് പോലീസിന് എത്താൻ സഹായകമായിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കാം, കസ്റ്റഡികൾ ഉണ്ടായേക്കാം. ജില്ലയുടെ പുറത്തേക്ക് പോയിരിക്കുന്ന ആളുകളുണ്ട്. ഈ 5 വർഷം മുൻപ് നടന്നിരിക്കുന്ന സംഭവമായതുകൊണ്ട് തന്നെ ജില്ല വിട്ട് പുറത്തു പോയിരിക്കുന്ന ആളുകൾ, ഒപ്പം വിദേശത്തേക്ക് കടന്നിരിക്കുന്ന ആളുകൾ ഒക്കെയുണ്ട്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായിട്ടുള്ള ദൗത്യമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുന്നത്. എന്തായാലും 62 പേർ പീഡനം നടത്തിയിരിക്കുന്നു. അതിൽ 42 പേരെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. അതിൽ 14 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു 2 ദിവസം കൊണ്ട്. ഇനി വരും ദിവസങ്ങളിലും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. ഇവരുടെ പേര്, വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നുമുണ്ട്. വിനോദ്. മിഥുൻ മുരളി, സമാനതകളില്ലാത്ത കേസാണ് പോക്സോ കേസായി ഇപ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വരുന്നത്. 64 പേരിൽ 42 പേരുടെയും ഫോൺ നമ്പർ ലഭിച്ചിരിക്കുന്നു. ഇവിടെ മിഥുൻ മുരളി സൂചിപ്പിച്ച ഒരു കാര്യം, അച്ഛൻ്റെ സുഹൃത്തുക്കളാണ് പ്രതികളിൽ ഏറെയും. അങ്ങനെ വരുമ്പോൾ ഈ അച്ഛനും പ്രതിപട്ടികയിലേക്ക് വരുമോ? അച്ഛനെയും ചോദ്യം ചെയ്യാനായി പോലീസ് വിളിച്ചിട്ടുണ്ടോ? അച്ഛനും കൂടി അറിഞ്ഞിട്ടാണോ ഇത്തരം ഒരു ക്രൂരത ആ പെൺകുട്ടിയോട് കാട്ടിയത്? മിഥുൻ മുരളി. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം പിതാവിന്റെ ഫോൺ നമ്പർ മൊബൈൽ വഴിയാണ് ഈ പ്രായപൂർത്തിയാകാത്ത സമയത്ത് പ്രതികൾ പെൺകുട്ടിയുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചിരുന്നത് എന്നുള്ള വിവരം മാത്രമാണ് ലഭ്യമാകുന്നത്. ഈ പിതാവിന്റെ ഫോണിൽ ഈ നമ്പറുകളെല്ലാം കൃത്യമായി തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയിൽ നിന്ന് ഇവരാണ് പീഡനം നടത്തിയിരിക്കുന്നത് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി പോലീസ് ഈ പിതാവിന്റെ മൊബൈല് പരിശോധിച്ച് ഈ പേരുകൾ തന്നെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പേരിലുള്ള ആളുകളാണോ പീഡനം നടത്തിയത് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 42 ആളുകളെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ പെൺകുട്ടി തന്റെ ഡയറിയിൽ കൃത്യമായി തന്നെ പീഡിപ്പിച്ച ആളുകളുടെ പേര് വിവരങ്ങൾ എപ്പോഴായിരുന്നു, ഏത് സാഹചര്യത്തിലായിരുന്നു, എങ്ങനെയായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി എഴുതി വെച്ചിട്ടുമുണ്ടായിരുന്നു. ഇതും അന്വേഷണത്തിന് സഹായകമായി, കൂടുതൽ ആളുകളിലേക്ക് എത്താൻ അന്വേഷണത്തിന് സഹായകമായി. എന്തായാലും +2
വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിപ്പട്ടികയിലുണ്ട്. മത്സ്യക്കച്ചവടം നടത്തുന്ന സഹോദരന്മാരടക്കമുള്ള ആളുകൾ പ്രതിപ്പട്ടികയിലുണ്ട്. കൂടുതൽ ആളുകൾ ഇനി വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിലാകും. അവരെ ചോദ്യം ചെയ്ത് ഈ പ്രതിപ്പട്ടികയിലേക്ക് ചേർക്കും. എന്തായാലും 5 കേസുകൾ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. 2 പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ നിലവിൽ 5 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട, ഇലവന്തിട്ട സ്റ്റേഷനുകളിലായിട്ട്. ഇനി വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് ഈ സംഭവങ്ങൾ പല ആവർത്തി നടന്നിരിക്കുന്നത് ഈ 5 വർഷത്തിനിടയിൽ. അതുകൊണ്ട് തന്നെ പല ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള പല പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള അന്വേഷണങ്ങൾ ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട്. ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഈ പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങൾ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചുരുളഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ അറസ്റ്റിലായ 5 ആളുകൾ കൂട്ടബലാത്സംഗമാണ് ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചത്. കൂട്ടബലാത്സംഗം ചെയ്യുകയായിരുന്നു. ഇവർക്കെതിരെയും കൂട്ടബലാത്സംഗം എന്നുള്ള കുറ്റമാണ് ഇന്നലെ ഇലവന്തിട്ടയിൽ അറസ്റ്റിലായ 5 പേർക്കെതിരെ ചുമത്തുകയും ചെയ്യുന്നത്. സമാനമായ രീതിയിൽ കൂട്ടബലാത്സംഗം ഉണ്ടാകുന്ന സമാനമായ രീതിയിലാണ് പിന്നീട് തുടർന്നിരിക്കുന്നത് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന, പ്രബുദ്ധ കേരളത്തെ നാണം കെടുത്തി തലതാഴ്ത്തിക്കുന്ന ഒരു സംഭവമായി മാറുകയായിരുന്നു. സമാനതകളില്ലാത്ത പീഡനമായി. തീർച്ചയായും കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കേസിൻ്റെ വെളിപ്പെടുത്തൽ, പോക്സോ കേസിൻ്റെ വെളിപ്പെടുത്തലാണ് പത്തനംതിട്ടയിൽ നിന്നും പുറത്തു വരുന്നത്. 5 വർഷമായി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പട്ടിക ഇപ്പോൾ പുറത്തു വരുന്നു. അതിൽ 14 പേർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. ഇന്നലെ 9ഉം ഇന്ന് 5 പേരും അടക്കം, അതിൽ +2 വിദ്യാർത്ഥിയും അടങ്ങുന്നു. അങ്ങനെയുള്ള 14 പേർ ഇപ്പോൾ പോലീസിൻ്റെ അറസ്റ്റിലായിരിക്കുന്നു. ഈ 42 പേർ, പെൺകുട്ടിയെ ഉപദ്രവിച്ച 42 പേരുടെ ഫോൺ നമ്പറുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ 5 കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പോക്സോ കേസ് മുന്നോട്ട് പോകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളി.